الله أكبر الله أكبر الله أكبر بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك അങ്ങനെ സംസ്ഥാനത്തെമ്പാടും ഈദ്ഗാഹുകൾ പുരോഗമിക്കുകയാണ്. ഇന്ന് നമുക്ക് കൊല്ലത്തേക്കാണ് പോകേണ്ടത്. അവിടെ ലിജോ റോളൻസ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ലിജോ, കൊല്ലത്തെ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് തുടക്കമായിട്ടുണ്ടോ? എവിടെയാണ് ഈദ്ഗാഹ് നടക്കുന്നത്? ജിൽസി, കൊല്ലത്തെയും ഈദ്ഗാഹുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് തുടക്കമായിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം കർബലയിലുള്ള ഈദ്ഗാഹ് കമ്മിറ്റിയാണ്. ഈ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ സംഘടിപ്പിച്ചിരിക്കുന്നത് രാവിലെ 7 മണിക്ക് തന്നെ തുടങ്ങിയിട്ടുണ്ട്. പ്രാർത്ഥനാ ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് അബ്ദുൾ ഷുക്കൂർ ഖാസിമിയാണ്. ഇത് മാത്രമല്ല, ഇനി ബീച്ചിലും അതോടൊപ്പം തന്നെ മറ്റു പല സ്ഥലങ്ങളിലും ഈ സമയം ക്രമീകരിച്ചുകൊണ്ടുള്ള ഈ പ്രാർത്ഥനാ ചടങ്ങുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തമാണ് ഇപ്പോൾ ഈ കർബലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈദ്ഗാഹിനായി എത്തിയിരിക്കുന്നത്. ഇതിൽ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക നമസ്കരിക്കുന്നതിന്റെ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയിട്ടാണ് ഈ കർബലയിൽ ഈദ്ഗാഹ് ചടങ്ങുകൾ നടന്നിരിക്കുന്നത്. ഇപ്പോൾ ആ ചടങ്ങുകളിലെ നടക്കുകയാണ്. ഇതിൽ തന്നെ ഇപ്പോൾ കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ കുറച്ച് സമയം മുതൽ തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു മാസത്തെ ചിട്ടയോടുകൂടെയുള്ള ആ പ്രധാനുഷ്ഠത്തിന് ശേഷം ആ ജീവിതത്തിൽ ഒരു പുതുക്കം വന്നതിന് ശേഷം അവർ ആഘോഷിക്കുന്ന ഈ ചെറിയ പെരുന്നാൾ കാലഘട്ടം അത് സന്തോഷത്തോടുകൂടെ മറ്റുള്ളവരെ സ്നേഹത്തോടുകൂടെ കണ്ടുകൊണ്ട് ഇത്തരത്തിൽ കൊണ്ടാടുക എന്നുള്ള ഒരു കാര്യമാണ് തുടക്കത്തിൽ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം കൊണ്ട് തന്നെ കൊല്ലത്തെ ഈദ്ഗാഹുകളും ശ്രദ്ധേയമാണ്. ഇപ്പോൾ ഈ കർബലയിലെ ഈദ്ഗാഹ് ചടങ്ങുകൾ സമാപിക്കുന്നതോടുകൂടെ ആയിരിക്കും അടുത്ത് കൊല്ലം ബീച്ചിൽ ക്രമീകരിച്ചിട്ടുള്ള ഈദ്ഗാഹ് ആരംഭിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഈ സമൂഹത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ ആകപ്പെട്ടിരിക്കുന്ന ആളുകളുടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളൊരു കാര്യമാണ് ആമുഖമായി തന്നെ ഈ ഈദ്ഗാഹിന്റെ നമസ്കാരത്തിന് മുന്നോടിയായി ഇവിടെ അറിയിച്ചിരിക്കുന്നത്. വലിയ രീതിയിൽ ഏകദേശം 100 കണക്കിന് ആളുകൾ രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇപ്പോഴും ഈ ഈദ്ഗാഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ ഈദ് നമസ്കാരത്തിന് മുൻപ് ആളുകളെല്ലാം തന്നെ ഇവിടെ വന്ന് അവരുടേതായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയതിനു ശേഷമാണ് ഇപ്പോൾ നമസ്കാര ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുന്നത്. പരമാവധി ആളുകൾ, അതായത് നിരവധി ആളുകളാണ് കാര്യം നഗരത്തിൽ തന്നെ നഗരമേഖലയിൽ തന്നെ ഉള്ളതാണ് ഈ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന ഈ കർബല ഈദ്ഗാഹ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തവും ഈ കൊല്ലത്തെ ഈദ്ഗാഹിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. അതിനുശേഷം കൊല്ലം ബീച്ചിലുണ്ട്. മാത്രവുമല്ല മറ്റ് ജുമാ മസ്ജിദുകൾ ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിലും ഈദ്ഗാഹ് ചടങ്ങുകൾക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങളെല്ലാം തന്നെ വിവിധ ജമാഅത്തുകളുടെ കീഴിൽ ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. ഈ കൊല്ലത്ത്, അതായത് ഇപ്പോൾ ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന കർബലയിലെ ഈദ്ഗാഹിന് നേതൃത്വം നൽകുന്നത് അബ്ദുൾ ഷുക്കൂർ ഖാസിമിയാണ്. അതിനുശേഷം കൊല്ലം ബീച്ചിലുള്ള ഈദ്ഗാഹ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് ഷാഹുൽ ഹമീദ് അൻവരിയാണ്. അതിനുശേഷം ചിന്നക്കട, അതോടൊപ്പം തന്നെ ജോനകുപ്പുറം ഉൾപ്പെടെയുള്ള പ്രധാന പള്ളികളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഈദ് നമസ്കാരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. കർബലയിൽ നടക്കുന്ന ഈ ഈദ്ഗാഹിൽ വലിയ രീതിയിലുള്ള, അതായത് സ്ത്രീകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രത്യേക സ്ഥലത്ത് അവരുടെയും വലിയ രീതിയിലുള്ള പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരിക്കുകയാണ് കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഈദ്ഗാഹുകൾ. ഈ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ പ്രാർത്ഥനാ നിർഭരമായി ആചരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇവിടുത്തെ പ്രാർത്ഥനാ ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുകയാണ് കൊല്ലം കർബലയിലെ ഈദ്ഗാഹിൽ. ശരി ലിജോ, കൊല്ലം കർബലയിലും പ്രാർത്ഥനാ ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുകയാണ്. മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് കാണുന്നത്. തിരുവനന്തപുരത്തും മലപ്പുറത്തും കോഴിക്കോടും കൊല്ലത്തും കൊച്ചിയിലുമൊക്കെ ഈദ്ഗാഹുകൾ പുരോഗമിക്കുന്നു. അതിനുശേഷം ഇമാമുമാരുടെ പ്രത്യേക ഈദ് ദിന സന്ദേശങ്ങൾ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് 8 മണിയോടുകൂടെ.